ഹലോ അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ജീരകക്കഞ്ഞിയില്ലേ, നമ്മളെ ക്ഷീണം അകറ്റാൻ, നോമ്പ് നോൽക്കുന്നവർക്ക് ക്ഷീണം അകറ്റാനുള്ള ഒരു ജീരകക്കഞ്ഞി റെസിപ്പിയാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ള പാകത്തിനുള്ളതാണ്. അപ്പോൾ ഇത് നല്ലോണം കഴുകുക. നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പിന്നെ ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഉലുവ ഇട്ടാൽ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് ഒരു 2 വിസിലടിക്കോളം വേവിക്കുക. അരപ്പിനാവശ്യമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ, പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകമാണ് ഇതിൽ ഇടേണ്ടത്. അങ്ങനെ ഇത് 3ഉം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പം നമ്മൾ കുക്കറിൽ വിസിലൊക്കെ അടിച്ച് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരച്ചു വെച്ച പേസ്റ്റില്ലേ, തേങ്ങാ പേസ്റ്റ്, അത് ഈ കഞ്ഞിയിലോട്ട് ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം തന്നെ നമുക്ക് ആ സ്മെല്ലും ഒക്കെ ഒരു അടിപൊളി സ്മെല്ലാണ്. ഏറ്റവും ക്ഷീണത്തിന് ബെസ്റ്റ് സാധനമാണ് ഈ ജീരകക്കഞ്ഞി. പണ്ട് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വല്യമ്മമാരുണ്ടാക്കി തന്നിരുന്ന ഒരു മെയിൻ സാധനമായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതും പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം എന്നൊക്കെ പറയാം. പക്ഷെ ഇക്കാലത്ത് അധിക പേരും ഇത് ഉണ്ടാക്കാറില്ല എന്നാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം തൂമിച്ചിട്ട് ഈ കഞ്ഞിയിൽ ഒഴിക്കുക. അപ്പോൾ തന്നെ നമ്മളെ അടിപൊളി ജീരകക്കഞ്ഞി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ നോമ്പിന് നമുക്ക് ബെസ്റ്റ് ഐറ്റംസാണ്. നമുക്ക് അത്താഴത്തിനും കഴിക്കാം, നോമ്പ് തുറന്നിട്ട് അല്പസമയം കഴിഞ്ഞിട്ടും കഴിക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.